Hello friends, we will see a LC parallel circuit. L and C are parallel to each other, having ohmic resistance for inductance. That is, there is a resistance in series with the inductor. Inganeyulla oru LC parallel circuit having an ohmic resistance for the inductance. Inductance coil oru ohmic resistance കൂടിയുള്ള ഒരു LC parallel circuit ന്റെ condition ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് സീരീസ് സർക്യൂട്ട്സുകൾ അതിന്റെ കോമ്പിനേഷൻസ് നമ്മൾ പറഞ്ഞു, അതേപോലെ പാരലൽ കോമ്പിനേഷൻസ് പറഞ്ഞു. ഇനി ഇവിടെ എല്ലും ആറും ഇൻ സീരീസിലാണ്. സി എന്ന് പറയുന്നത് ഇതിന് LR കോമ്പിനേഷൻ പാരലൽ ആണ്. ആൻഡ് ഓൾ ദീസ് ആർ പാരലൽ ടു ദ അപ്ലൈഡ് EMF. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഇംപിഡൻസ് എന്താണ്, ഫേസ് ലീഡിങ് ലാഗിങ് എന്താണ് വരുന്നത്, ഈ ഒരു കണ്ടീഷനിലെ റെസൊണൻസ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ കാണുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻഡക്ടർ കപ്പാസിറ്റർ പാരലൽ ആണ് വിത്ത് അപ്ലൈഡ് EMF. ഹിയർ ആൻഡ് അഡീഷൻ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇൻഡക്ടൻസ് ഈസ് ഹാവിംഗ് ആൻ ഓമിക് റെസിസ്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടാതെ ഒരു ഓമിക് റെസിസ്റ്റൻസ് കൂടിയുണ്ട്. ദാറ്റ് മീൻസ് ഇൻഡക്ടർ seriously connected to inductor is connected to a resistor in series. That combination is parallel to the capacitor and all these are parallel with each other. അതാണ് നമ്മുടെ സർക്യൂട്ട്. നമ്മൾ കണക്ഷൻ ഡയഗ്രം നമ്മൾ കണ്ടതാണ്. Now ഈ ഒരു സർക്യൂട്ടിൽ പറയുന്നത് ഇഫക്റ്റീവ് കറണ്ട് ലീഡ്സ് ദ EMF by a phase phi dash. ഇഫക്റ്റീവ് കറണ്ട് ഫൈ ഡാഷ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ അപ്ലൈഡ് EMF-നേക്കാളും ഫൈ ഡാഷ് എന്ന് പറയുന്ന ആംഗിൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദിസ് കണ്ടീഷനിലുള്ള റെസൊണൻസ് എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ കണക്ഷൻ ഡയഗ്രാം വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഷോൺ ജസ്റ്റ് ബിഫോർ. ഈ കണക്ഷനിൽ നമ്മൾ നോക്കിയാൽ കാണാം, ദിസ് ഇസ് ദ അപ്ലൈഡ് EMF which is parallel to LR series combination, and these two are parallel to capacitor. Okay, നമ്മൾ പ്യുവർ കണക്ഷൻസ്, ദാറ്റ് ഈസ് പ്യുവർ ഇൻഡക്ടർ, പ്യുവർ കപ്പാസിറ്റർ, പ്യുവർ റെസിസ്റ്റർ ഒക്കെ പഠിച്ചു. നമ്മളെപ്പോഴും ഏത് കോമ്പിനേഷൻ പഠിക്കുമ്പോഴും പ്യുവറുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, സോ പ്യുവർ സർക്യൂട്ടിൽ നമ്മളെ in EMF, suppose EMF is our reference, applied EMF ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, and which is along the x-axis പ്ലസ് x-axis EMF കിടക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, now ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്, in a pure capacitive circuit the applied EMF lags behind the current by a phase pi by 2 എന്നാണ്. that is applied EMF-ലെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ അപ്ലൈഡ് EMF കറണ്ടിനേക്കാളും പൈ ബൈ 2 റേഡിയൻസ് ലാഗ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അപ്ലൈഡ് EMF-നെ അപേക്ഷിച്ച് പൈ ബൈ 2 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് ഇത് കാണാം. ഇതാണ് അപ്ലൈഡ് EMF. അപ്ലൈഡ് EMF-നെ അപേക്ഷിച്ച് പൈ ബൈ 2 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് IC എന്ന് പറയുന്ന പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇനി LR series circuit, LR series circuit-ന്റെ കണക്ഷൻ. സോ യു ക്യാൻ സീ ദിസ് ഇസ് ആൻ സീരീസ് LR സർക്യൂട്ട്. അതിൻ്റെ വെക്ടർ ഡയഗ്രാമാണ് പറയുന്നത്. ഹിയർ വോൾട്ടേജ് എക്സ് ആക്സിസിലാണ്, കറണ്ട് അതേ ആക്സിസിലാണ്. ഇവിടെ കറണ്ടാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മുമ്പ് കണ്ടതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഫിഗർ മാത്രം വെച്ച് പറയുന്നത്. ദിസ് ഇസ് അവർ കറണ്ട് and the voltage and current are in phase. Pure inductive circuit le voltage is leading by a phase pi by 2 alle voltage current ne apekshichu pi by 2 radians lead cheyyunnunde. appo idinte combinations resultant voltage ennu parayunnanu V, which is leading the current leading ahead the current by a phase phi. current nekkalum 5 radians lead ചെയ്തിട്ടാണ് LR series circuit le voltage ഉള്ളത്. ശ്രദ്ധിക്കുക, LR സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജ് LR സീരീസ് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് കറണ്ടിനേക്കാളും 5 റേഡിയൻസ് ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതേ സാധനമാണ് നമ്മളിവിടെ ഈ ഫിഗറിലായിട്ട് കാണിക്കുന്നത്.
ഇതാണ് ഇ എം എഫ്. അപ്പോൾ എൽ ആർ സീരീസ് സർക്യൂട്ടിൽ ഇ എം എഫ് ഓർ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ടിനേക്കാളും ലീഡ് ചെയ്യുന്നു ബൈ എ ഫേസ് ഫൈ അല്ലേ. അപ്പോൾ ഇവിടെ ഇ എം എഫ് ആണ് റെഫറൻസ് ആയിട്ട് എടുത്തുള്ളതെങ്കിൽ നമുക്ക് പറയേണ്ടത് എൽ ആർ സീരീസ് സർക്യൂട്ടിലെ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ ഇ എം എഫ് ബൈ എ ഫേസ് ഫൈ എന്നാണ് പറയുന്നത്. കറണ്ട് എന്ത് ചെയ്യുന്നത്? വോൾട്ടേജിനെ അപേക്ഷിച്ച് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് ലീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. എത്രയാണ് ആംഗിൾ? ഫൈ ആംഗിൾ. അപ്പോൾ നോക്കുക, എൽ ആർ സീരീസ് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ ഈ താഴത്തേക്കായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് ദ അപ്ലൈഡ് ഇ എം എഫ്. അപ്പോൾ എൽ ആർ സീരീസ് സർക്യൂട്ടിലെ കറണ്ടിനെ അപേക്ഷിച്ച് 5 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് ഇ എം എഫ് ഉള്ളത്. ആ ഇ എം എഫിനെ അപേക്ഷിച്ച് π/2 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ കറണ്ട് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഈ ഇ എം എഫിൻ്റെ ആക്സിസ് ഇവിടെ ഉണ്ട്. ഐ എൽ ആർ എന്ന് പറയുന്ന എൽ ആർ സീരീസ് സർക്യൂട്ടിലുള്ള ഐ എൽ ആർ എന്ന് പറയുന്ന ഇഫക്റ്റീവ് കറണ്ട് ഉണ്ട്. ഐ സി എന്ന് പറയുന്ന കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ട് ഉണ്ട് അല്ലേ. സോ ടോട്ടൽ കറണ്ട് പാരലൽ സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് അതൊക്കെ ഇതിനോട് തുല്യമായിരിക്കും. അപ്പോൾ കറണ്ടാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. സോ ഐ വിൽ ബി സം ഓഫ് കറണ്ട്സ് ത്രൂ ദിസ് ആൻഡ് ത്രൂ ദിസ് സെക്ടേഴ്സ് അല്ലേ. എല്ലാവരിലൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് ദാറ്റ് ഇസ് ഐ എൽ ആർ പ്ലസ് ഐ സി ആയിരിക്കും എന്ത് വരുന്നത്? ടോട്ടൽ കറണ്ട് ഐ വരുന്നത് അല്ലേ. സോ ഇതൊരു വെക്ടേഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഐ എൽ ആർ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ നിൽക്കുന്നു, ഐ സി എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ നിൽക്കുന്നു. സോ ദീസ് ആർ ദ two adjacent sides of a parallelogram. So complete the parallelogram and the resultant diagonal or the diagonal of the parallelogram will be the resultant current അല്ലേ. അപ്പോൾ ഐ എൽ ആർ എന്ന് പറയുന്ന സൈഡ് ഇതാണ്, ഐ സി എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ദാറ്റ് ഈസ് ദിസ് ലൈൻ, അതാണ് നമ്മുടെ ഇഫക്റ്റീവ് ഓർ റിസൾട്ടന്റ് കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ദി വെക്ടർ സം ഓഫ് ഐ എൽ ആർ ആൻഡ് ഐ സി. ക്ലിയർ? ഇവിടെ ഇനെ അപേക്ഷിച്ച് π/2 റേഡിയൻസ്, ഇയും ഐ സി നമ്മളുള്ള ആംഗിൾ π/2 ആണ്, ഇയും ഐ എൽ ആർ നമ്മളുള്ള ആംഗിൾ ഫൈ ആണ്. ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ഐ എൽ ആർ ആൻഡ് ഐ സി, ഐ എൽ ആറിൻ്റെയും ഐ സിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെന്ന് ഈ അസ്യൂം ചെയ്യുന്നു. രണ്ട് വെക്ടേഴ്സാണ്. ഐ എൽ ആർ എന്നുള്ളൊരു വെക്ടർ ഇവിടെ ഉണ്ട്, ഐ സി എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദ റിസൾട്ടൻറ്റ് കറണ്ട് എന്ത് ചെയ്യുന്നു? ഇ എം എഫിനേക്കാളും റിസൾട്ടൻറ്റ് കറണ്ടിൻ്റെ ഡയറക്ഷനല്ലേ വരുന്നത്, ഇ എം എഫിനേക്കാളും 5' റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണെന്ന് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, നൗ ഈ ഒരു ഹൈറ്റിൻ്റെ വാല്യൂ ഇത് ഐ സി ആണെങ്കിൽ പാരലോഗ്രാമിൻ്റെ നമ്മൾ തിയറങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് ഐ സി ആണെങ്കിൽ എന്ത് വരും? ഇതും മുതൽ അതായത് സി എൻ്റെ മുതൽ ഈ എൻ്റെ വരെയുള്ള മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരിക? ഐ സി ആണ് വരിക. ഓക്കെ, നൗ സൈൻ ഫൈ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഈ പോയിന്റ് മുതൽ ഇതുവരെ വന്ന് ഇത് ദിസ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? സൈൻ ഫൈ ഇസ് ദി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഫൈ എന്ന് പറയും അല്ലേ. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു സൈൻ ഫൈ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എൽ ആർ ആണ് അല്ലേ. എൽ ആർ സീരീസ് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് കറണ്ടാണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഐ എൽ ആർ ഇൻറ്റു സൈൻ ഫൈ എന്നുള്ളതാണ് ഈ ഒരു ലൈൻ മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് ഐ എൽ ആർ ഇൻറ്റു സൈൻ ഫൈ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഐ എൽ ആർ ഇൻറ്റു സൈൻ ഫൈ. ഇനി ഈ ഒരു ഹൈറ്റ് എന്താ വരിക? അപ്പോൾ ഈ ഒരു ഹൈറ്റ് പറഞ്ഞാൽ മൊത്തം ഹൈറ്റ് എത്ര നമ്മൾ പറഞ്ഞു? ഇതേ ഹൈറ്റ് തന്നെയാണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ ഐ സി ആണ് മൊത്തം. അപ്പോൾ ഈ ഒരു സെക്ടറിൻ്റെ വാല്യൂ ഐ എൽ ആർ സൈൻ ഫൈ ആണ് അല്ലെ. ഈ ഒരു സെക്ഷൻ്റെ വാല്യൂ ഐ എൽ ആർ സൈൻ ഫൈ ആണ്. അപ്പോൾ ഐ സി മൈനസ് ഐ എൽ ആർ സൈൻ ഫൈ ആണ് എന്ത് വരുന്നത്? ഈ ഒരു പോർഷൻ്റെ ഹൈറ്റ് വരുന്നത് ഐ സി മൈനസ് ഐ എൽ ആർ സൈൻ ഫൈ. ഓക്കെ അല്ലേ. ഇനി നമ്മളിത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിലെ ഇമ്പിഡൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സൈൻ ഫൈ ഡാഷ് എന്താ വരിക? സൈൻ ഫൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫൈ ഡാഷ് വിച്ച് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇഫക്റ്റീവ് ഇ എം എഫ് ആൻഡ് ഇഫക്റ്റീവ് കറണ്ട് അല്ലേ. അപ്പോൾ സൈൻ ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം.
consider this right angle triangle. Okay, so ഇവിടെ sin phi dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ opposite side by hypotenuse. അപ്പോൾ opposite side എന്ന് പറഞ്ഞാൽ IC minus ILR sin phi ആണ്, by hypotenuse എന്ന് പറഞ്ഞാൽ I ആണ് അല്ലേ. effective IC minus ILR sin phi is the opposite side, IC minus ILR sin phi is opposite side divided by I. So that is represented here, sin phi dash. IC IC എന്ന് നമുക്കറിയാം പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ട് ആണ്, that is voltage by effective opposition or capacitive reactance. E by XC ആണ് IC വരുന്നത്, E by XC ആണ് IC വരുന്നത്. And ILR സർക്യൂട്ടിലെ effective current, voltage by effective opposition, E by root of R square plus XL whole square. ഇതൊക്കെ നമ്മൾ പ്യുവർ സീരീസ് സർക്യൂട്ടിൽ LR സീരീസ് സർക്യൂട്ടിൽ പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ്. സോ E by root of R square plus XL square. ഈ XL എന്ന് പറഞ്ഞാൽ നമ്മൾ L omega the whole square ആയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക, that's all. അപ്പോൾ XC എന്ന് പറഞ്ഞാൽ 1/c omega ആണ്, XL എന്ന് പറഞ്ഞാൽ L omega ആണ് കേട്ടോ. അപ്പോൾ E by root of R square plus L omega the whole square എന്ന് എഴുതാം, അല്ലെങ്കിൽ L square omega square എന്ന് എഴുതാം, അല്ലെങ്കിൽ R square plus XL square എന്ന് എഴുതാം. എല്ലാം സെയിം ആണ്, ILR ആണ്. സോ നമ്മൾ ICക്ക് പകരം E by XC എന്നും ILRന് പകരം E by root of R square plus XL square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ sin phi dash is equal to E by XC minus E by root of R square plus XL square into sin phi. Okay, now what is I? I is the resultant current അല്ലേ. ഒരു വെക്ടറിൻ്റെ കേസിൽ resultant current I ആണ്. അതിലെ ഒരു സൈഡ് ILR ആണ്, മറ്റേ സൈഡ് IC ആണെങ്കിൽ നമുക്കറിയാം വെക്ടർ ILR plus വെക്ടർ IC, or that is equal to parallelogram law of vector addition കേസിൽ root of ILR square plus IC square plus 2 times A dot B. A plus B resultant R is equal to root of A square plus B square plus 2A dot B and 2AB cos theta എന്ന് വെച്ചിട്ടുണ്ട്. അതേ റിലേഷൻ അവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ root of ILR square plus IC square plus 2 times ILR into IC into cos theta. തീറ്റ എന്നെടുക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു ILRൻ്റെയും ICയുടെയും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് ആംഗിൾ ബിറ്റ്വീൻ ILR ആൻഡ് IC തീറ്റയാണ് വരുന്നത് അല്ലേ. ഫൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫൈ ഡാഷ് ഇതാണ്, 90 ഇതാണ് അല്ലേ. അപ്പോൾ ICയും ILRൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആയതുകൊണ്ടാണ് ഇവിടെ കോസ് തീറ്റ ആണ് കിട്ടുന്നത്. നൗ ഈ തീറ്റയും ഫൈ നമ്മൾ അങ്ങനെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് തീറ്റ വിൽ ബി ഈക്വൽ ടു 90 പ്ലസ് 5 അല്ലേ. ഇത് മുതൽ ഇതുവരെയുള്ള ആംഗിൾ 90 ആണ്, പ്ലസ് 5 ആണ് എന്ത് തീറ്റ അല്ലേ. തീറ്റ ഇസ് ഈക്വൽ ടു 90 പ്ലസ് 5. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 പ്ലസ് 5. കോസ് 90 പ്ലസ് കോസ് 90 പ്ലസ് ആയി കഴിഞ്ഞാൽ കോസ് എന്തായിട്ട് മാറും, സൈനായിട്ട് മാറും. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മൈനസ് sin phi എന്നാണ് റിസൾട്ട് കിട്ടുക. സോ I is equal to root of ILR square plus IC square minus 2 ILR IC sin phi എന്നായിട്ട് മതി. പ്ലസ് 2 ILR IC ഇൻറ്റു മൈനസ് sin phi ആണ് വേണ്ടത്. അപ്പോൾ മൈനസ് അത് ഉപയോഗിക്കാണത് root of ILR square plus IC square minus 2 ILR IC sin phi. ഓക്കെ, now I is equal to ILR എന്ന് പകരം വീണ്ടും നമ്മൾ കിട്ടിയ റിസൾട്ട് E by root of R square plus XL square. ILR സ്ക്വയർ ആണല്ലേ. അപ്പോൾ ദിസ് ഇസ് ILR, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ E by root of R square plus XL square whole square plus IC E by XC the whole square, XC square ആകുമ്പോൾ E by XC the whole square minus 2 ILR E by root of R square plus XL square into IC E by XC into sin phi. ഓക്കെ, ഇതിലെല്ലാത്തിലും E സ്ക്വയർ ഉണ്ട് അല്ലേ. ദിസ് ഇസ് E square, this is E square, ഇവിടെ E into E square. അത് നമുക്ക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കാം. സോ I equal to E into root of ഈ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നമ്മൾ എഴുതുക 1 by root of R square plus XL square. ഇവിടെ 1 by root of R square plus XL square the whole square എന്ന് വരും അല്ലേ. ഈ സ്ക്വയർ പുറത്തേക്ക് പോയി പിന്നെ 1 by root of R square plus XL square the whole square. അപ്പോൾ 1 by root whole square എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ റൂട്ട് പോകും അല്ലേ. 1 by R square plus XL square ആയി പ്ലസ് ഈ സ്ക്വയർ പോയി ഇവിടെ 1 by XC square ആയി മൈനസ് 2 ഇൻറ്റു ഈ സ്ക്വയർ പോയാൽ ന്യൂമറേറ്ററിൽ പിന്നാലുള്ളത് sin phi മാത്രമാണ്. അപ്പോൾ 2 sin phi by root of R square plus XL square into XC എന്നായിട്ട് മാറും. Okay, so this is the expression for effective current. So impedance is equal to voltage by current അല്ലേ. അപ്പോൾ E by I, അപ്പോൾ ഈ ഐനെ ഇവിടെ കൊണ്ടുപോകാം, ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ E by I is equal to 1 by the whole term. Z is equal to 1 by ഈ മൊത്തം ടേം ആണ് വരുന്നത് Z.
ഇവിടെ പലപ്പോഴും എക്സിക്ക് പകരം 1/c ഒമേഗ എന്ന് കൊടുത്ത് കാണാം, എക്സലിന് പകരം എൽ ഒമേഗ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇംപിഡൻസ്. അഡ്മിറ്റൻസ് പറഞ്ഞാൽ എന്താ പറയുക, ജസ്റ്റ് E/I അല്ലേ, സോറി I/E ആണ് അഡ്മിറ്റൻസ്, I/E ആണ് അഡ്മിറ്റൻസ്. അപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒഴികെ ബാക്കിയുള്ള ടേം ഉണ്ടല്ലോ, √1/r² + xl, സോറി √1/r² + xl² + 1/xc² മൈനസ് 2 sin phi by √r² + xl² into xc. അതാണ് അഡ്മിറ്റൻസ് വരിക. സോ ദിസ് ഈസ് ദി expression for impedance, admittance, and this is the vector diagram. Okay, so LC parallel circuit, ഈ സർക്യൂട്ടിൽ ഒരു ohmic resistance, ഇൻഡക്ടറിന് ഒരു ohmic resistance കൂടിയുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതേ സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്, ഇതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റെസൊണൻസ് കണ്ടീഷനിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് LCR സീരീസ് സർക്യൂട്ടൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട്. അണ്ടർ റെസൊണൻസ് കണ്ടീഷൻ there will not be any phase difference between the voltage and current. ഇഫക്റ്റീവ് വോൾട്ടേജും ഇഫക്റ്റീവ് കറണ്ടും തമ്മിൽ ഒരുവിധ ഫേസ് ഡിഫറൻസും ഏത് കണ്ടീഷനിൽ ഉണ്ടാവില്ല, റെസൊണൻസ് കണ്ടീഷനിൽ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കണം. ഇഫക്റ്റീവ് വോൾട്ടേജും ഇഫക്റ്റീവ് കറണ്ടും, ദാറ്റ് ഈസ് റിസൾട്ടന്റ് വോൾട്ടേജും റിസൾട്ടന്റ് കറണ്ടും സെയിം ലൈനിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വരച്ച ഈ വെക്ടർ ഡയഗ്രാം ഉണ്ടല്ലോ, ദിസ് വെക്ടർ ഡയഗ്രാം, ഈ വെക്ടർ ഡയഗ്രത്തിൽ ഇതാണ് റിസൾട്ടന്റ് കറണ്ട് അല്ലേ, ഇതാണ് വോൾട്ടേജ്. ഇതിൻ്റെ ഇടയ്ക്ക് there is no phase difference. റെസൊണൻസ് കണ്ടീഷനിൽ എന്താണ്, there is no phase difference. ദാറ്റ് മീൻസ് φ' എന്ന് പറയുന്ന ആംഗിൾ എന്തായിട്ട് മാറണം, 0 ആയിട്ട് മാറണം. ദാറ്റ് മീൻസ് ഈ റിസൾട്ടന്റ് ഈ ആക്സിസ് ഉണ്ടല്ലോ, ദിസ് ലൈൻ മസ്റ്റ് കോയിൻസൈഡ് വിത്ത് ദിസ്. ഈ റിസൾട്ടന്റ് കറണ്ടിൻ്റെ ലൈൻ ഈ വോൾട്ടേജിൻ്റെ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് വരണം. ആ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഉണ്ടോ, ഇവിടെ ഇത് തന്നെയാണ് EMF, റിസൾട്ടൻ്റ് ഈ ICയും ILRും തമ്മിലുള്ള റിസൾട്ടൻറ്റും എന്താണ്, ഇത് തന്നെയാണ് വരുന്നത്. സോ ദിസ് റിസൾട്ടൻറ്റ് കറണ്ട് ആൻഡ് EMF മാച്ചസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഫിഗർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് cos phi, ഇവിടെ ILRും E തമ്മിലുള്ള ആംഗിളൊന്നും ചേഞ്ച് ഇല്ല കേട്ടോ. there is an angle between effective current in LR series circuit and EMF. LR series circuit EMF തമ്മിലൊരു ആംഗിൾ ഉണ്ട്. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ടും EMF തമ്മിലുള്ള ആംഗിൾ ഉണ്ട്. പക്ഷേ ഇത് രണ്ടും ഇൻ കോമ്പിനേഷൻ എടുത്താൽ LR സീരീസ് സർക്യൂട്ടും കപ്പാസിറ്റൻസും പാരലായിട്ടുള്ള റിസൾട്ടൻറ്റ് കറണ്ട്, സർക്യൂട്ടിലുള്ള റിസൾട്ടൻറ്റ് കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് match with the phase of the current matches with that of EMF. That is EMF ഉം കറണ്ട് തമ്മിലൊരു ഇഫക്റ്റീവ് കറണ്ട് തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ the angle between EMF and ILR, that is current in an LR series circuit, is phi. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആംഗിൾ ബിറ്റ്വീൻ EMF ആൻഡ് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ടുമായിട്ടുള്ള ആംഗിൾ π/2 ആണ്. അത് നേരത്തെ പറഞ്ഞു. ഓക്കെ, so what is here from here, what is cos phi? Cos phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, adjacent side by hypotenuse അല്ലേ. cos phi is equal to adjacent side by hypotenuse. ഓക്കെ, അപ്പോൾ adjacent side is equal to എന്താ വരിക, hypotenuse into cos phi എന്ന് വരും. hypotenuse എന്ന് പറഞ്ഞാൽ ILR ആണ്, cos phi ILR cos phi ആണ് adjacent side വരിക. ഈ adjacent സൈഡിലാണ് ആരുള്ളത്, റിസൾട്ടൻറ്റ് കറണ്ട് ഉള്ളത്. സോ I is equal to ILR cos phi എന്ന് എഴുതാം. ഓക്കെ, ഇനി വാട്ട് ഈസ് സൈൻ ഫൈ? ഇത് സൈൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. IC/ILR ആണെന്ത്, സൈൻ ഫൈ. IC/ILR ആണ് സൈൻ ഫൈ. അപ്പോൾ ILR is equal to എന്താ വരിക, IC/sin phi എന്നായിട്ട് മാറും. ILR is equal to IC/sin phi. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ ഒരു ILR ഉണ്ട്. ആ ILR എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, IC/sin phi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടി, I is equal to IC/sin phi into cos phi. That is IC into cos by sin is cot phi. I is equal to IC cot phi എന്നായിട്ട് മാറും. ഓക്കെ, now ICയുടെ എക്സ്പ്രഷൻ എന്താണ്, that is current through capacitor is equal to voltage by capacitive reactance. അപ്പോൾ IC is equal to E/XC എന്നായിട്ട് മാറും. IC is equal to
E by Xc. Xc എന്ന് പറഞ്ഞാൽ 1 by C omega. So അത് തന്നെ ഇവിടെ എഴുതിയതാണ് E by 1 by C omega, or that is equal to E into C omega. That is whatever may be, that is the value of IC. IC the value. Now cot phi is equal to 1 by tan phi, that is equal to 1 by L omega by R immediately. You have to be very careful here, because ഇവിടെ ഈ phi എന്ന് പറയുന്നത് ഏത് തമ്മിലുള്ള ആംഗിളാണ്? വോൾട്ടേജും ILR LR സീരീസ് സർക്യൂട്ടിലെ കറണ്ടും തമ്മിലുള്ള ആംഗിളാണ്. വോൾട്ടേജും LR സീരീസ് സർക്യൂട്ടിലെ കറണ്ടും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ നമ്മൾ LR സീരീസ് സർക്യൂട്ടിലെ ടാൻ ഫൈയുടെ വാല്യൂ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. Look at this. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദിസ് ഇസ് വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് കറണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഈസ് ലാഗിങ്, ഓർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ അപ്ലൈഡ് EMF or the EMF is leading ahead the current by a phase phi in an LR series circuit. LR series സർക്യൂട്ടിലെ കറണ്ടിനെ അപേക്ഷിച്ച് 5 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്, വോൾട്ടേജ് ഉണ്ടാകുന്നത്, ഇഫക്റ്റീവ് വോൾട്ടേജ് ഉണ്ടാകുന്നത് അല്ലേ? അത് തന്നെയല്ലേ ഈ ഫിഗർ? കറണ്ടിനെ അപേക്ഷിച്ച് 5 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് അതുണ്ടാകുന്നത് LR സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജ് ഉണ്ടാകുന്നത് അല്ലേ? ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ടാൻ ഫൈ കാൽക്കുലേറ്റ് ചെയ്യാം. ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ VL, ദാറ്റ് ഈസ് എന്താണ്? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, ബൈ അഡ്ജസ്റ്റ് സൈഡ് ആരാ? VR, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഇഫക്റ്റീവ് ഓപ്പോസിഷൻ ആണ് അല്ലേ? അപ്പോൾ VL ഇസ് ഈക്വൽ ടു I into XL എന്ന് എഴുതാം. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, I into XL അല്ലെങ്കിൽ I into L omega ആണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ VR ഇസ് ഈക്വൽ ടു എന്താണ്? I into R അല്ലേ? അപ്പോൾ VL by VR എന്ന് പറഞ്ഞാൽ I into L omega ഡിവൈഡ് ബൈ I into R എന്ന് പറയും. അപ്പോൾ ഐയും ക്യാൻസൽ ചെയ്തു, L omega by R എന്ന് പറയും. ദാറ്റ് ഈസ് ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? L omega by R നമുക്ക് കിട്ടുന്നുണ്ട്. അതേ റിസൾട്ടാണ്, അതല്ലേ ഈ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലേ? ദിസ് ഇസ് EMF ആൻഡ് ദിസ് ഇസ് LR സീരീസ് സർക്യൂട്ടിലെ എഫക്റ്റീവ് കറണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഫൈ. അപ്പോൾ ഇതിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? L omega by R ആണ്. അപ്പോൾ കോട്ട് ഫൈ ഇസ് ഈക്വൽ ടു എന്താ പറയുക? കോട്ട് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ഇതിൻ്റെ ഇൻവേഴ്സ് 1 by tan phi ആണ് കോട്ട് ഫൈ. ദാറ്റ് ഈസ് 1 by L omega by R അല്ലെങ്കിൽ R by L omega ആണെന്ത്? കോട്ട് ഫൈയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ് കറണ്ട് I is equal to IC into cot phi അല്ലേ? ICക്ക് പകരം കൊടുക്കുക E into C omega എന്ന് കൊടുക്കുക, cot phiക്ക് പകരം കൊടുക്കാം R by L omega എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒമേഗയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി വരിക E into CR by L, E into CR by L അല്ലേ? അപ്പോൾ I by E ഈനെ പുറത്തേക്ക് കൊണ്ടുപോകാം. ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ I by E എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു CR by L എന്ന് കിട്ടും. CR by L. I by E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് ഇംപിഡൻസ് ആണ്, അല്ലെങ്കിൽ അഡ്മിറ്റൻസ് ആണ് എന്ത്? CR by L. അപ്പോൾ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? E by I അല്ലേ? E by I എന്ന് പറയുന്നത് എന്താ വരിക? ഐനെ പുറത്തേക്ക് കൊണ്ടുപോകാം, ഈ ബാക്കിയുള്ള ടേമുകളൊക്കെ ഓപ്പോസിറ്റ് കൊണ്ടുപോകാം. അപ്പോൾ E by I is equal to L by CR. So at resonance the effective impedance in this circuit is L by CR. ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസിലും അതിന് പാരലായിട്ട് കപ്പാസിറ്ററും വരുന്ന പാരലൽ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് ഇംപെഡൻസ് അണ്ടർ റെസൊണൻസ് കണ്ടീഷനിലെ ഇഫക്റ്റീവ് ഇംപെഡൻസ് എന്ന് പറയുന്നത് L by CR ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ LC പാരലൽ സർക്യൂട്ട് വിത്ത് ഓമിക് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. അതിലെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് കറണ്ട് നമ്മൾ കണ്ടു, അതിലുള്ള ഇംപെഡൻസിൻ്റെ എക്സ്പ്രഷൻ കണ്ടു. അതേ സർക്യൂട്ട് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഓൾ ഫോർ നൗ. താങ്ക് യു.